സാറേ, നമ്മുടെ ഡക്ട് സപ്ലൈ ഡക്ട് ബൾക്ക് ഹെഡിനകത്ത് വരുമ്പോൾ ബൾക്ക് ഹെഡിനകത്തെ ജിപ്സം ബോർഡ് ഈ കോളറിൻ്റെ ആ തുമ്പത്ത് ഇന്നർ സൈഡ്, നമ്മുടെ ജിപ്സം ബോർഡിൻ്റെ ഇന്നർ സൈഡ് ഈ കോളറിനെ ടച്ച് ചെയ്ത് നിന്നാൽ മതി. അപ്പോൾ കോളറിനെ ടച്ച് ചെയ്ത് ജിപ്സം ബോർഡ് നിൽക്കുന്നു. ജിപ്സം ബോർഡിൻ്റെ തിക്നെസ് ഇതും ഏതാണ്ട് ഗ്രില്ലിൻ്റെ തിക്നെസ്സും ഒരു 3/4 ഇഞ്ച് ഓളം ആയിരിക്കും തിക്നെസ് വരുന്നത്. എന്നിട്ട് ഈ ഗ്രില്ലിനെ ഇപ്പോൾ ജിപ്സം ബോർഡാണെങ്കിൽ ജിപ്സം ബോർഡിൽ ഗ്രില്ല് വെച്ചിരിക്കുകയാണ്. ഗ്രില്ലിനെ പിടിച്ചു നിർത്താൻ ഇതുപോലെ തന്നെ അകത്തൊരു വുഡിൻ്റെ റീപ്പ പീസ് വയ്ക്കും. എന്നിട്ട് ഈ ഗ്രില്ലിൽ തന്നെ ഇങ്ങനൊരു സ്ക്രൂ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടെ കൊടുത്ത് കാണും. അതിന് എഗെയിൻസ്റ്റാണ് നമ്മൾ റീപ്പ വെച്ചിട്ട് സ്ക്രൂ ചെയ്ത് ടൈറ്റ് പിടിപ്പിക്കുന്നത്. അപ്പം ഈ റീപ്പ നമ്മുടെ ആ സീലിങ്ങിൻ്റെ ഇത് ജിപ്സം ബോർഡിൻ്റെ കട്ടിങ്ങിനെക്കാട്ടിലും കുറച്ചും കൂടെ വലിപ്പത്തിലായിരിക്കും. അപ്പോൾ ഇതിന് ഈ ജിപ്സം ബോർഡിൻ്റെ ഇൻസൈഡ് നിൽക്കുന്ന രീതിയിൽ, അതായത് ഈ ജിപ്സം ബോർഡിൻ്റെ പുറത്തോട്ട് വരല്ലേ. കാരണം ഈ ജിപ്സം ബോർഡിൻ്റെ തിക്നെസ് തന്നെയാണ് ഗ്രില്ലിൻ്റെ തിക്നെസ്സും. അതിനാണ് നമ്മൾ ഈ ഇൻസൈഡ് ജിപ്സം ബോർഡിൻ്റെ അകത്ത് നിൽക്കുക എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ക്ലിയർ അല്ലേ? താങ്ക് യു.